ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് എല്ലാവരോടും ബെഡ്റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സാബുമാൻ, ആദില നൂറ, അക്ബർ, ഷാനവാസ്, നെവിൻ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അനീഷേട്ടൻ ബെഡിൽ കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ അനുമോളും കിടക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല. ആ സമയത്ത് നെവിൻ പറയുന്നുണ്ട് അനീഷേട്ടൻ ഭയങ്കര ബ്രില്യൻ ആയിട്ടുള്ളൊരു ഗെയിമറാണ്. കാരണം അനീഷേട്ടൻ ഇവിടെ ആദ്യം വന്നപ്പോൾ പിടിച്ച കോംബോ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അറിയാം ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്കാവുമെന്നും. അതുകൊണ്ട് തന്നെ പുള്ളി ഇവിടെ 5 വർഷം ഇരുന്ന് പഠിച്ചിട്ടാണല്ലോ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അനീഷേട്ടനും സാബുമാനും കൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം അറിയുന്നതെന്ന് പറയുന്നുണ്ട്. പുള്ളി ഇവിടെ ഒറ്റപ്പെടും കുറച്ച് നേരം, പിന്നെ ഒരു ലവ് ട്രാക്ക് പിടിക്കും. പിന്നെ നമ്മളെല്ലാവരും ഇന്നലെ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി മാത്രമാണ് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അത് ഇനിയിപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ വെച്ചിട്ടാണോ എന്നറിയില്ല, പക്ഷേ പുള്ളിക്കാരൻ അവിടെയും ഒരു സ്പേസ് ആണ് കണ്ടുപിടിച്ചതെന്ന് സാബുമാൻ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ മനസ്സിൽ എന്താണെന്നിപ്പോൾ എനിക്കറിയില്ല, പക്ഷേ അവർ ഒരു കോംബോ തന്നെയാണ്. അവർ എന്ത് ലവ് ട്രാക്കാണെന്നൊന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ചോദിക്കുന്നുണ്ട്. ലവ് ട്രാക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം നീ ലവ് ട്രാക്ക് എന്നല്ലേ പറഞ്ഞതെന്ന്. അവരൊരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്ബർ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അന്ന് ഒരു കെയർ കോംബോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അനുമോളും അതേപോലെ തന്നെ അനീഷേട്ടനും. അപ്പോൾ കറക്റ്റായിട്ട് നെവിൻ പറയുന്നുണ്ട് നീ ഒരു നാരദനാണല്ലോ, നീ ഓറഞ്ച് നാരദനാണ്, നീ നാരദനാണ്, വെറും നാരദനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും തിരിച്ച് പറയണമെന്ന് അതിൽ പറയുന്ന സമയത്ത് സാബുമാൻ പറയുന്നുണ്ട് എനിക്കിങ്ങനെ ജന്മനാ ചൊറിയുന്ന അസുഖമില്ല, അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയില്ല എന്ന്. അപ്പോൾ നെവിൻ കട്ടയ്ക്ക് കൊടുക്കുന്നുണ്ട്. നെവിൻ പറയുന്നത് ആ ജന്മനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കലല്ലേ നിൻ്റെ സ്വഭാവം എന്ന്. എന്തുവാ നീ പറയുന്നത്, ഇങ്ങോട്ട് ഭയങ്കര കയറിക്കൊണ്ട് വരല്ലേ എന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇന്നലെ തന്നെ നീ പറഞ്ഞതാണ് ഈ ഒരു വലിയ ഗ്രൂപ്പ് ഞാൻ തകർക്കും എന്ന് നീ പറഞ്ഞില്ലേടാന്നൊക്കെ സാബുമാനോട് നെവിൻ പറയുന്നുണ്ട്.